ആരാണ് ഉത്തമനായിട്ടുള്ള ഭക്തൻ എന്ന് നോക്കാം. ഉടുപ്പി കൃഷ്ണന്റെ ഒരു കഥയാണ് കേട്ടോ. ഒരിക്കൽ ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ കൂട്ടരും കൂടെ ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു. കാട്ടിൽ കൂടെ പോകുന്ന വഴിക്കാണ് ഒരു മരത്തിന്റെ ചുവട്ടിൽ നിറയെ തുളസി ചെടികൾ ഇങ്ങനെ തഴച്ചു വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി, ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണല്ലോ, അവിടെയാണല്ലോ തുളസി വളരുക, അപ്പൊ അവിടെ തന്നെ ആ മരത്തിന്റെ ചുവട്ടിൽ നിന്നിരുന്ന് ഒന്ന് ധ്യാനിക്കാം എന്ന് വിചാരിച്ച് ആ ബ്രാഹ്മണൻ ധ്യാനിക്കാനായിട്ടിരുന്നു. അപ്പൊ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇദ്ദേഹം ധ്യാനിക്കുന്ന സമയത്ത് മനസ്സുകൊണ്ടാണ് കേട്ടോ അവിടെ ചുറ്റിലും നിൽക്കുന്ന തുളസിയിൽ നിന്ന് ഓരോ ഇലകൾ ഇങ്ങനെ ശ്രദ്ധയോടെ പറിച്ച് ഒരു മാലയൊക്കെ കെട്ടിയിട്ട് അത് ഉടുപ്പി കൃഷ്ണന്റെ ആ കഴുത്തിൽ ഇങ്ങനെ അണിയിച്ചു കൊടുക്കണം. മാനസപൂജയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അണിയിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മാല കഴുത്തിൽ ശരിക്കും വീണില്ല കേട്ടോ. എവിടെയോ ഇങ്ങനെ തട്ടിയിട്ട് അതിങ്ങനെ തടഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ അത് നേരെയാക്കി അദ്ദേഹം മനസ്സുകൊണ്ടാണ് ഒന്നും കൂടെ നേരെയാക്കി. അപ്പോഴും ശരിയാവണില്ല. കാരണം മാല ഇങ്ങനെ ഭംഗിയിൽ കിടന്നാലാണല്ലോ അതിനൊരു കാണുമ്പോൾ തന്നെ ഒരു ചന്തം ഉണ്ടാവുക ശരിക്കും കിടന്നാൽ. അങ്ങനെ ഇതെന്താ ശരിയാവത്തെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. അങ്ങനെ കൂടെ ഉള്ളവരുടെ അടുത്ത് പറഞ്ഞു, സങ്കടത്തോടെ ഇട്ട് പറയണത്, ഞാനൊരു മാല ഭഗവാന് ചാർത്തിണ്ടായിരുന്നു, പക്ഷെ അത് നേരാൻ വെണ്ണം കഴുത്തിൽ വീണില്ല, അതെന്താണാവോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കൂടെ ഉള്ളവർ പരിഹാസത്തോട് കൂടി പറഞ്ഞു കേട്ടോ, താങ്കളുടെ ധ്യാനം ശരിയാകാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം സങ്കടപ്പെട്ടിട്ട് അവരങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുകയാണ്. അപ്പോഴാണ് സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ മുന്നിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം ഇവരെ കണ്ടപ്പോൾ നിന്നു. അപ്പോൾ ഈ ബ്രാഹ്മണന് തോന്നി അയാൾക്ക് തൻ്റെ അടുത്ത് എന്തോ പറയാനായിട്ടുണ്ട് എന്ന് തോന്നിയിട്ട് ചോദിച്ചു, എന്താണ് കാര്യം ചോദിച്ചപ്പോൾ ആ സാധുവായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹം ഒരു ബ്രാഹ്മണൻ കൂടി ആയിരുന്നില്ല കേട്ടോ, സാധുവാണ്. അങ്ങനെ പറഞ്ഞു, അങ്ങൊരു മാല അണിയിച്ചില്ലേ ഉടുപ്പി കൃഷ്ണൻ്റെ ദേഹത്തിൽ, അത് ശരിക്ക് വീണില്ല, അത് പറയാനായിട്ട് ഞാൻ ഇവിടെ നിന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബ്രാഹ്മണന് അതിശയായിട്ടോ, താൻ മനസ്സുകൊണ്ട് ചെയ്ത ആ ഒരു കാര്യം ഇദ്ദേഹം എങ്ങനെ ഇതറിഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് മാലയണിച്ച അതേ അവസരത്തിൽ ഞാനും ഭഗവാൻ ഒരു മാല ചാർത്തിയിട്ടുണ്ടായിരുന്നു, എൻ്റെ മാല കഴുത്തിൽ അത് ശരിക്ക് വന്ന് വീണു, അങ്ങയുടേത് ഭഗവാന്റെ കയ്യിലുള്ള ആ മത്തിൽ ഈ കടകോല് പിടിച്ചിട്ടാണല്ലോ ഉടുപ്പി കൃഷ്ണൻ നിൽക്കുന്നത്, അതിലിങ്ങനെ തടഞ്ഞിട്ട് നിൽക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബ്രാഹ്മണൻ വേഗം കണ്ണുകൾ അടച്ച് ധ്യാനിച്ചു നോക്കിയപ്പോൾ ശരിയാണ് ഇദ്ദേഹം പറഞ്ഞത്, താൻ അണിയിച്ച മാല ആ മത്തിലിങ്ങനെ തടഞ്ഞു നിൽക്കുക. വേഗം അത് കൈകൊണ്ട് ഇങ്ങനെ താഴേക്ക് വെച്ചപ്പോൾ ശരിക്കും മാല കഴുത്തിൽ വന്ന് വീണു. അങ്ങനെ ഈ ബ്രാഹ്മണൻ ആ സാധുവായിട്ടുള്ള മനുഷ്യനോട് ചോദിച്ചു, അങ്ങേ ഇത് ആരാണ് പഠിപ്പിച്ചത്? കാരണം ഇത് പഠിപ്പിച്ചു തരാനായിട്ട് അദ്ദേഹം ഒരു ബ്രാഹ്മണൻ കൂടി അല്ലല്ലോ, അങ്ങനെ ആരാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങേ പോലെ ഒരു മഹാത്മാവാണ് ഈ മാനസ പൂജ ചെയ്യേണ്ടത് എനിക്ക് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഈ ബ്രാഹ്മണൻ വേഗം ആ സാധുവായിട്ടുള്ള മനുഷ്യൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങാണ് ഉത്തമനായിട്ടുള്ള ഭക്തനെന്നും. അത് ശരിയാണ്, ഭഗവാൻ ഒരിക്കലും ഈ ഭക്തൻ്റെ അല്ലെങ്കിൽ അവരുടെ കുലമോ അതുപോലെ തന്നെ ഏത് വിഭാഗത്തിലുള്ളതാണെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ അങ്ങനെയൊന്നും ഒരു വ്യത്യാസമില്ല. മനസ്സിൽ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് ഭഗവാൻ നോക്കുന്നത്.